നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 മാർച്ച് മാസം 16 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, കാനഡയിൽ അധികാരമേറ്റ മാർക്ക് കാർണി മന്ത്രിസഭയിലെ ഇന്ത്യൻ വംശജരായ രണ്ട് വനിതകളാണ് കമൽ ഖേര, അനിത ആനന്ദ്. കാനഡയിൽ അധികാരമേറ്റ മാർക്ക് കാർണി മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജരായ രണ്ട് വനിതകളാണ് കമൽ ഖേരയും അനിത ആനന്ദും. ഇതിൽ കമൽ ഖേര ആരോഗ്യമന്ത്രിയാണ്. കമൽ ഖേര ആരോഗ്യമന്ത്രിയായിട്ടാണ് അധികാരമേറ്റത്. അനിത ആനന്ദ് ആണെങ്കിൽ വ്യവസായ മന്ത്രിയാണ്. ശാസ്ത്ര വ്യവസായ മന്ത്രി. അപ്പോൾ കാനഡയിൽ അധികാരമേറ്റ മാർക്ക് കാർണി മന്ത്രിസഭയിലെ ഇന്ത്യൻ വംശജരായ രണ്ട് വനിതകളാണ് കമൽ ഖേര. ആരോഗ്യമന്ത്രിയായിട്ട് കമൽ ഖേരയും ശാസ്ത്ര വ്യവസായ മന്ത്രിയായിട്ട് അനിത ആനന്ദുമാണ് ചുമതലയേറ്റത്. നെക്സ്റ്റ്, വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 2025 കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 2025 കിരീടം നേടിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഡൽഹി ക്യാപിറ്റൽസിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മുംബൈ ഇന്ത്യൻസ് കിരീടം നേടിയത്. മുംബൈ ഇന്ത്യൻസിന്റെ രണ്ടാമത്തെ IPL കിരീടമാണിത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം മുംബൈ ഇന്ത്യൻസിന്റെ രണ്ടാമത്തെ കിരീടമാണിത്. 2023 വനിതാ IPL വിജയി ആരായിരുന്നു? മുംബൈ ഇന്ത്യൻസ് ആണ്. 2025 കിരീടം നേടിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അതേപോലെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗർ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗർ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 2025 കിരീടം നേടിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗർ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. മുംബൈ ഇന്ത്യൻസിന്റെ രണ്ടാമത്തെ കിരീടമാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യമാണ് സ്പേസ് എക്സ് ക്രൂ 10. നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യമാണ് സ്പേസ് എക്സ് ക്രൂ 10. 2025 മാർച്ച് 18 ഇവർ ഭൂമിയിൽ തിരിച്ചെത്തിയത്. 2024 ജൂൺ 5 ഇവര് യാത്ര പുറപ്പെട്ടത്. അന്താരാഷ്ട്ര സ്പേസ് സെന്ററിലേക്ക് യാത്ര പോയത് 2024 ജൂൺ 5 2025 മാർച്ച് 18 ഇവർ തിരിച്ചെത്തിയത്. പേടകം പതിച്ചത് ടെലഹസി, ഫ്ലോറിഡയിലുള്ള ടെലഹസിയിലാണ് പേടകം വന്ന് പതിച്ചത്. അപ്പോൾ നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യമാണ് സ്പേസ് എക്സ് ക്രൂ 10 എന്ന് പറയുന്നത്. അവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ് 2025 മാർച്ച് 18 തിരിച്ചെത്തിയത്. ഭൂമിയിൽ പേടകം വന്ന് പതിച്ചത് ഫ്ലോറിഡയിലെ ടെലഹസിയിലാണ് പേടകം വന്ന് പതിച്ചത്. നെക്സ്റ്റ്, മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെല്ലിനങ്ങളാണ് ആദ്യയും പുണ്യയും. മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെല്ലിനങ്ങളാണ് ആദ്യ, പുണ്യ. നെക്സ്റ്റ്, 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവിയും ഒഡീഷയുടെ മുൻ ചീഫ് സെക്രട്ടറിയുമായ വ്യക്തിയാണ് രമാകാന്ത രഥ്. 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവിയും ഒഡീഷയുടെ മുൻ ചീഫ് സെക്രട്ടറിയുമായ വ്യക്തിയാണ് രമാകാന്ത രഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ്. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായതാരാണ്? ലാൻഡോ നോറിസ്. നെക്സ്റ്റ്, 2025 മാർച്ചിൽ ഇന്ത്യയിലെത്തിയ US ഇന്റലിജൻസ് മേധാവിയാണ് തുർസി ഗബാർഡ്. 2025 മാർച്ചിൽ ഇന്ത്യയിലെത്തിയ US ഇന്റലിജൻസ് മേധാവിയുടെ പേരാണ് തുർസി ഗബാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ ആസിയാൻ ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2025 മാർച്ചിൽ ആസിയാൻ ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന പുതിയ സ്പീഷീസിന് ഗവേഷകർ നൽകിയ പേരാണ് യൂണിയാല കെരാലെൻസിസ്. തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന പുതിയ സ്പീഷീസിന് ഗവേഷകർ നൽകിയ പേരെന്താണ്? യൂണിയാല കെരാലെൻസിസ് എന്നാണ്. 2025 കലാമണ്ഡലം ഫെലോഷിപ്പ് നേടിയ നർത്തകിയാണ് കലാമണ്ഡലം സരസ്വതി. 2025 കലാമണ്ഡലം ഫെലോഷിപ്പ് നേടിയ നർത്തകി ചോദിച്ചാൽ ആരാണ്? കലാമണ്ഡലം സരസ്വതിയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. നെക്സ്റ്റ്, 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെ കുറിച്ചുള്ള പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെ കുറിച്ചുള്ള പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. 2025 കെ അറുമുഖവും എറോൾ ഡിക്രൂസും ചേർന്നിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കെ അറുമുഖം, എറോൾ ഡിക്രൂസ് എന്നിവർ ചേർന്നിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെ കുറിച്ചുള്ള പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. കെ അറുമുഖം, എറോൾ ഡിക്രൂസ് എന്നിവർ ചേർന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ്, 2024-25 സാമ്പത്തിക വർഷത്തിൽ റെയിൽവേ സമയക്രമത്തിൽ ഒന്നാമതെത്തിയ ഡിവിഷനാണ് പാലക്കാട് ഡിവിഷൻ. 2024-25 സാമ്പത്തിക വർഷത്തിൽ റെയിൽവേ സമയക്രമത്തിൽ ഒന്നാമതെത്തിയ ഡിവിഷൻ ചോദിച്ചാൽ ഏതാണ്? പാലക്കാട് ഡിവിഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 കേന്ദ്ര മത്സ്യ മന്ത്രാലയം കരിമീൻ ക്ലസ്റ്ററായി ഉൾപ്പെടുത്തിയ ജില്ലയാണ് കൊല്ലം. 2025 കേന്ദ്ര മത്സ്യ മന്ത്രാലയം കരിമീൻ ക്ലസ്റ്ററായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ ജില്ലയാണ് കൊല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ ബാഡ്മിന്റൺ ലോക റാങ്കിങ്ങിൽ 23-ാം സ്ഥാനത്തെത്തിയ താരമാണ് മാളവിക ബെൻസോദ്. 2025 മാർച്ചിൽ ബാഡ്മിന്റൺ ലോക റാങ്കിങ്ങിൽ 23-ാം സ്ഥാനത്തെത്തിയ താരമാണ് മാളവിക ബെൻസോദ്. നെക്സ്റ്റ്, 2025 മാർച്ച് പ്രകാരം ശനിയുടെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274. അപ്പോൾ 2025 മാർച്ചിലെ കണക്കുകൾ പ്രകാരം ശനിയുടെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274 ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല ഫ്രോസൺ സൂ ചോദിച്ചാൽ ഏതാണ്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്. അപ്പോൾ ഡാർജിലിംഗിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല, ഫ്രോസൺ സൂ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാലയാണ് ഫ്രോസൺ സൂ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല ഫ്രോസൺ സൂ ചോദിച്ചാൽ ഏതാണ്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്, ഡാർജിലിംഗിലുള്ള. നെക്സ്റ്റ്, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 2 ആണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം യുക്രൈനാണ്. 1-ാം സ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റത്തവണ കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് റെക്കോർഡ് നേടിയ വ്യക്തിയാണ് വലേറിയ പോളിയോകോവിൻ. ഒറ്റത്തവണ കൂടുതൽ സമയം ബഹിരാകാശത്ത് ചിലവഴിച്ചതിന് റെക്കോർഡ് നേടിയ വ്യക്തിയാണ് വലേറിയ പോളിയോകോവിൻ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 353-ാമത് ഭരണസമിതി യോഗം നടന്നത് എവിടെയാണ്? ജനീവ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 353-ാമത് ഭരണസമിതി യോഗം നടന്നത് ജനീവ. ILOയുടെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആണ് ഗിൽബർട്ട് എഫ് ഹോംബോ. അപ്പൊ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഡയറക്ടർ ജനറൽ, നിലവിലെ ഡയറക്ടർ ജനറൽ ചോദിച്ചാൽ ആരാണ്? ഗിൽബർട്ട് എഫ് ഹോംബോ ആണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 353-ാമത് ഭരണസമിതി യോഗം നടന്നത് ജനീവയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ കൊല്ലം ജില്ലയിലെ റോസ് മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പായലാണ് ഷിത്തിയ റോസ് മലയൻസിസ്. അടുത്തിടെ കൊല്ലം ജില്ലയിലെ റോസ് മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പായലിന്റെ പേരാണ് ഷിത്തിയ റോസ് മലയൻസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസിയാൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. ഇന്ത്യയിലെ ഡൽഹിയിൽ വെച്ചിട്ടാണ് ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ ആസിയാൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? ഡൽഹി, ഇന്ത്യ.
നെക്സ്റ്റ് ചൈനീസ് ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ബെയ്ദു പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീസണിംഗ് മോഡലാണ് എർണി X1. ചൈനീസ് ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ബെയ്ദുവിന്റെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീസണിംഗ് മോഡലാണ് എർണി X1. 2025 കബഡി വേൾഡ് കപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. 2025 കബഡി വേൾഡ് കപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഇംഗ്ലണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് T20 കിരീടം നേടിയത് ഇന്ത്യ. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് T20 കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ബഹിരാകാശ ആപ്ലിക്കേഷനുകൾക്കായി ISROയും SCLും വികസിപ്പിച്ച 32 ബിറ്റ് മൈക്രോ പ്രോസസറുകളാണ് വിക്രം 3201ഉം കൽപ്പന 3201ഉം. ബഹിരാകാശ ആപ്ലിക്കേഷനുകൾക്കായി ISROയും SCLും ചേർന്ന് വികസിപ്പിച്ച 32 ബിറ്റ് മൈക്രോ പ്രോസസറുകളാണ് വിക്രം 3201ഉം കൽപ്പന 3201ഉം. ഇതിൽ ആദ്യത്തെ പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ 32 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ് വിക്രം 3201. ആദ്യത്തെ പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ 32 ബിറ്റ് മൈക്രോ പ്രോസസറിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? വിക്രം 3201 ആണ്. അതേപോലെ 32 ബിറ്റ് സ്പാർക്ക് V8 റിസ്ക് മൈക്രോ പ്രോസസർ ആണ് കൽപ്പന 3201. 32 ബിറ്റ് സ്പാർക്ക് V8 റിസ്ക് മൈക്രോ പ്രോസസർ ആണ് കൽപ്പന 3201. അപ്പോൾ ബഹിരാകാശ ആപ്ലിക്കേഷനുകൾക്കായി ISROയും SCLും വികസിപ്പിച്ച 32 ബിറ്റ് മൈക്രോ പ്രോസസറുകളാണ് വിക്രം 3201ഉം കൽപ്പന 3201ഉം. ഇതിൽ ആദ്യത്തെ പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ 32 ബിറ്റ് മൈക്രോ പ്രോസസർ ചോദിച്ചാൽ ഏതാണ്? വിക്രം 3201ഉം 32 ബിറ്റ് സ്പാർക്ക് V8 റിസ്ക് മൈക്രോ പ്രോസസർ കൽപ്പന 3201ഉമാണ്. നെക്സ്റ്റ്, പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ന്യൂസിലൻഡ്. പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി ആരാണ്? ക്രിസ്റ്റഫർ ലക്സൺ ആണ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് N. ഗണപതി സുബ്രഹ്മണ്യം. ടാറ്റ കമ്മ്യൂണിക്കേഷൻ ചെയർമാനായി നിയമിതനായതാരാണ്? N. ഗണപതി സുബ്രഹ്മണ്യം. നെക്സ്റ്റ്, ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? 6ാമത് രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ചൈന, ജപ്പാൻ എന്നിവയാണ് ഇതിനു മുമ്പുള്ള 5 രാജ്യങ്ങൾ. അപ്പോൾ ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 6ാമത് രാജ്യമാണ് ഇന്ത്യ. US, ഫ്രാൻസ്, റഷ്യ, ചൈന, ജപ്പാൻ എന്നിവയാണ് മറ്റ് 5 രാജ്യങ്ങൾ. നെക്സ്റ്റ്, IIT മദ്രാസിൽ S. രാമകൃഷ്ണൻ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഫ്ലൂയിഡ് ആൻഡ് തെർമൽ സയൻസ് റിസർച്ച് ഉദ്ഘാടനം ചെയ്തതാരാണ്? ISRO ചെയർമാൻ V. നാരായണനാണ്. IIT മദ്രാസിൽ S. രാമകൃഷ്ണൻ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഫ്ലൂയിഡ് ആൻഡ് തെർമൽ സയൻസ് റിസർച്ച് ഉദ്ഘാടനം ചെയ്തത് ISRO ചെയർമാനായ V. നാരായണനാണ്. നെക്സ്റ്റ്, കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് കുളിർമ. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് കുളിർമ. നെക്സ്റ്റ്, മണിപ്പൂർ കലാപത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കാനും പുനരധിവാസം ഉറപ്പാക്കാനും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മീഷൻ. മണിപ്പൂർ കലാപത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കാനും പുനരധിവാസം ഉറപ്പാക്കാനും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം 2025 ലഭിച്ചത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനാണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്.
നെക്സ്റ്റ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമമാണ് ട്രൂത്ത് സോഷ്യൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമത്തിന്റെ പേരാണ് ട്രൂത്ത് സോഷ്യൽ. നെക്സ്റ്റ്, 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്കായ സരിങ്കാം കൽക്കരി ഖനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മേഘാലയ. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്കായ സരിങ്കാം കൽക്കരി ഖനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മേഘാലയ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹത്തിന്റെ പേരാണ് നിള. ഇത് നിർമ്മിച്ചത് X20 എന്ന് പറയുന്നത് X20 കമ്പനിയാണ് നിർമ്മിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള. നിർമ്മാണം X20 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസത്തിന്റെ പേരാണ് വരുണ. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? വരുണ. നെക്സ്റ്റ്, ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിലുള്ള പാർലമെന്ററി രേഖകളുടെ തത്സമയ വിവർത്തനം, ട്രാൻസ്ക്രിപ്ഷൻ, ഡേറ്റ ആക്സസ് എന്നിവ സാധ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന AI അധിഷ്ഠിത ഡിജിറ്റൽ സംരംഭമാണ് സൻസദ് ഭാഷിണി. ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിലുള്ള പാർലമെന്ററി രേഖകളുടെ തത്സമയ വിവർത്തനം, ട്രാൻസ്ക്രിപ്ഷൻ, ഡേറ്റ ആക്സസ് എന്നിവ സാധ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന AI അധിഷ്ഠിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സൻസദ് ഭാഷിണി. നെക്സ്റ്റ്, വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ്, കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. കേരളത്തിൽ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. നെക്സ്റ്റ്, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സ്റ്റേറ്റ് ആണ് കേരളം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം, ജോലി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നിവയിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് 42% സംവരണം ഉയർത്താനുള്ള ബിൽ പാസാക്കിയ സ്റ്റേറ്റ് ആണ് തെലങ്കാന. വിദ്യാഭ്യാസം, ജോലി, തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നിവയിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം 42% ഉയർത്താനുള്ള ബിൽ പാസാക്കിയ സ്റ്റേറ്റ് ആണ് തെലങ്കാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇൽ ഫോഗ്ലിയോ. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇൽ ഫോഗ്ലിയോ. ഇതൊരു ഇറ്റാലിയൻ ദിനപത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബ്. നെക്സ്റ്റ്, 2025 ലോക വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ്. 2025 ലോക വനദിനത്തിന്റെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21 ലോക വനദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 ലോക വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ്. നെക്സ്റ്റ്, ഏറ്റവും ഉയർന്ന ശരാശരി താപനില വ്യതിയാനങ്ങളുള്ള ഏഷ്യയിലെ
മികച്ച 10 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. ഏറ്റവും ഉയർന്ന ശരാശരി താപനില വ്യതിയാനങ്ങളുള്ള ഏഷ്യയിലെ മികച്ച 10 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമമാണ് ദജ്ജ്. ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമമാണ് ദജ്ജ്. നെക്സ്റ്റ്, UK പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ടീം റിച്ച് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ചിരഞ്ജീവി. UK പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ടീം റിച്ച് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ചിരഞ്ജീവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച AI അടിസ്ഥാനമാക്കിയുള്ള ക്ലൗഡ് സൊല്യൂഷൻ ആണ് വായു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച AI അടിസ്ഥാനമാക്കിയുള്ള ക്ലൗഡ് സൊല്യൂഷൻ ആണ് വായു. നെക്സ്റ്റ്, ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള എഡ്ടെക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയ റോക്കറ്റ് ലേണിംഗ് ഇന്ത്യയിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി അവതരിപ്പിച്ച വ്യക്തിഗത പഠനത്തിനുള്ള AI ട്യൂട്ടർ ആണ് അപ്പു. ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടുള്ള എഡ്ടെക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയ റോക്കറ്റ് ലേണിംഗ് ഇന്ത്യയിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി അവതരിപ്പിച്ച വ്യക്തിഗത പഠനത്തിനുള്ള AI ട്യൂട്ടറിന്റെ പേരാണ് അപ്പു. നെക്സ്റ്റ്, 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണം, ഗ്ലേസിയർ പ്രിസർവേഷൻ. ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നാണ് 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണം, ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നാണ്. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് ഹിമാനി സംരക്ഷണം, ഗ്ലേസിയർ പ്രിസർവേഷൻ. നെക്സ്റ്റ്, 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമാണ് Closing the yearly warning gap together. Closing the yearly warning gap together. 2025 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമാണ് Closing the yearly warning gap together. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക. Closing the yearly warning gap together. Closing the yearly warning gap together എന്നാണ് ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത്. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമാണ് ക്ലോസിംഗ് ദ ഇയർലി വാർണിംഗ് ഗാപ്പ് ടുഗദർ. നെക്സ്റ്റ്, 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. നെക്സ്റ്റ്, ജനവാസ മേഖലകളിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്പ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ടോവിനോ തോമസ്. ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ടോവിനോ തോമസ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം, കണ്ണൂര്. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നെക്സ്റ്റ്, മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചതാരാണ്? കലാമണ്ഡലം ഗോപി. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപി. നെക്സ്റ്റ്, കെയ്റോ പ്രഖ്യാപനം 2025 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാസ പുനർനിർമ്മാണം. അപ്പോൾ കെയ്റോ പ്രഖ്യാപനം 2025 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാസ പുനർനിർമ്മാണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വച്ഛ് ഭാരത് മിഷൻ അർബന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇൻഡോർ. സ്വച്ഛ് ഭാരത് മിഷൻ അർബന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇൻഡോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ്
യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അപ്പോൾ 2025 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അതെ, നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം. പ്രതിബദ്ധത, നിക്ഷേപം, വാതിൽപ്പടി, സേവനം. എന്നാണ് ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്? മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ 2025 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. നെക്സ്റ്റ്, ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനമാണ് മേഘാലയ. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനമാണ് മേഘാലയ. നെക്സ്റ്റ്, ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പോർട്ടലാണ് നിക്ഷയ് മിത്ര. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് നിക്ഷയ് മിത്ര. നെക്സ്റ്റ്, അതിർത്തി നിരീക്ഷണത്തിനായി AI അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ചത് ഗുവാഹത്തി IIT. ഗുവാഹത്തി IIT അതിർത്തി നിരീക്ഷണത്തിനായി AI അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ചെടുത്ത IIT ആണ് ഗുവാഹത്തി IIT. നെക്സ്റ്റ്, പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക. നെക്സ്റ്റ്, 2025 മാർച്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനനത്തിൽ മെഗാലിത്തിക് കാലത്തെ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയത് എവിടെയാണ്? മലമ്പുഴയിലാണ്. 2025 മാർച്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനനത്തിൽ മെഗാലിത്തിക് കാലത്തെ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയത് മലമ്പുഴയിലാണ്. നെക്സ്റ്റ്, 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് കൃഷ്ണലാൽ ചദ്ദ. 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് കൃഷ്ണലാൽ ചദ്ദ. നെക്സ്റ്റ്, ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് നേഷൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് അജയ് സേത്ത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അജയ് സേത്ത്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സൈനിക അഭ്യാസമാണ് AIKMI. ഇന്ത്യൻ നേവി ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സൈനിക അഭ്യാസമാണ് AIKMI. ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ്. ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ്. നെക്സ്റ്റ്, 2025 മാർച്ചിൽ സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളക് ഇനമാണ് ഡാലേ മുളക്. 2025 മാർച്ചിൽ സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളക് ഇനമാണ് ഡാലേ മുളക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകമാണ് കേരള ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകമാണ് കേരള ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. നെക്സ്റ്റ്, ക്ലിനിക്കൽ മൂല്യനിർണ്ണയത്തിനായി രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മിഷൻ സ്ഥാപിച്ചത് ഡൽഹി എയിംസിലാണ്. ക്ലിനിക്കൽ മൂല്യനിർണ്ണയത്തിനായി രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മിഷൻ MRI മിഷൻ സ്ഥാപിക്കുന്നത് എവിടെയാണ്? എയിംസ്, ഡൽഹി. നെക്സ്റ്റ്, 2025 വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ. 2025 വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യ. നെക്സ്റ്റ്, പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് കുമാർ മിശ്ര.
നെക്സ്റ്റ് യുഎസിലെ ആരോഗ്യ ഗവേഷണ കേന്ദ്രമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജയ് ഭട്ടാചാര്യ. യുഎസിലെ ആരോഗ്യ ഗവേഷണ കേന്ദ്രമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജയ് ഭട്ടാചാര്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നത് ഗുജറാത്തില്. രാജ്യത്തെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര്. ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി എന്നാണ് രാജ്യത്തെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയുടെ പേര്. നെക്സ്റ്റ് 2025 ക്ലബ് ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി US. 2025 ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? US. നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കയറ്റുമതി രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കയറ്റുമതി രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് കെനിയ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കയറ്റുമതി രാജ്യം ചോദിച്ചാൽ ഇന്ത്യയും, ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? കെനിയയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഹരിയാന. 34 സ്വർണവുമായി ഹരിയാനയാണ് 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയത്. രണ്ടാം സ്ഥാനം തമിഴ്നാടിനാണ്, 28 സ്വർണം. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശിന്, 23 സ്വർണം. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയത് ഹരിയാന, 34 സ്വർണം. രണ്ടാം സ്ഥാനം ചോദിച്ചാൽ തമിഴ്നാട്, 28 സ്വർണം. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്, 23 സ്വർണം. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 13. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 13. അതേപോലെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ഡൽഹി ആയിരുന്നു ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി. ഇതിന്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയായിരുന്നു ഇതിന്റെ ഭാഗ്യചിഹ്നം. ഇപ്പൊ 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ഡൽഹി ആയിരുന്നു. ഇതിന്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയത് ഹരിയാനയാണ്, 34 സ്വർണം. രണ്ടാം സ്ഥാനം തമിഴ്നാടിനും, മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശിനുമാണ്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 13ാം സ്ഥാനമായിരുന്നു കേരളത്തിന്. നെക്സ്റ്റ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ പുതിയ വേതന നിരക്കാണ് 369 രൂപ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ പുതിയ വേതന നിരക്ക് എത്രയാണ്? 369 രൂപയാണ്. ഇതിനു മുമ്പ് 346 രൂപയായിരുന്നു. 346 രൂപയാണ്. 23 രൂപയാണ് വർദ്ധിച്ചത്. 23 രൂപ കൂട്ടി 369 രൂപയാണ് നിലവിലെ വേതനം എന്ന് പറയുന്നത്. ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതന നിരക്ക് കൂടുതൽ എവിടെയാണ്? ഹരിയാനയ്ക്കാണ് വേതന നിരക്ക് കൂടുതൽ, 400 രൂപ. ഹരിയാനയിലെ വേതന നിരക്ക് ചോദിച്ചാൽ എത്രയാണ്? 400 രൂപ. രണ്ടാം സ്ഥാനം ഗോവയ്ക്കാണ്. ഗോവ 378 രൂപ. 378 രൂപയാണ് ഗോവയിലെ വരുമാനം. അതുപോലെ കർണാടകയ്ക്ക് 370. 370 കർണാടക. അപ്പൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പുതിയ വേതന നിരക്ക് എത്രയാണ്? 369 രൂപയാണ്. 23 രൂപയാണ് വർദ്ധിച്ചത്. ഏറ്റവും കൂടുതൽ വേതനം എവിടെയാണ്? ഹരിയാനയിലാണ്, 400 രൂപ. രണ്ടാം സ്ഥാനം ഗോവയ്ക്ക് 378. മൂന്നാം സ്ഥാനം കർണാടക 370 രൂപ. അതേപോലെ ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിനും നാഗാലാൻഡിനുമാണ് ഏറ്റവും കുറവ് വേതനം, 241 രൂപയാണ്. 241 രൂപയാണ് അരുണാചൽ പ്രദേശിനും നാഗാലാൻഡിനും. അപ്പൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ പുതിയ വേതന നിരക്ക് 369 രൂപ. 23 രൂപ വർധനവാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ വേതനം എവിടെയാണ്? ഹരിയാനയ്ക്കാണ്, 400. ഗോവയിൽ 378ഉം കർണാടകയിൽ 370. ഇനി ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിനും നാഗാലാൻഡിനുമാണ്. അവിടെ 241 രൂപയാണ് വേതനം. നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന 4 വേഴാമ്പൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോൺബിൽ സംരക്ഷണ സംരംഭം ആരംഭിച്ച സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന വേഴാമ്പൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോൺബിൽ സംരക്ഷണ സംരംഭം ആരംഭിച്ച സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. നെക്സ്റ്റ്, അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണാർത്ഥം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്.
അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണാർത്ഥം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്. നെക്സ്റ്റ്, രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. നെക്സ്റ്റ്, ഹോമിയോ ശാസ്ത്രവേദിയുടെ 28ാമത് ഡോക്ടർ സാമുവൽ ഹനുമാൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് അനീഷ് മോഹൻ. ഹോമിയോ ശാസ്ത്രവേദിയുടെ 28ാമത് ഡോക്ടർ സാമുവൽ ഹനുമാൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അനീഷ് മോഹനാണ്. നെക്സ്റ്റ്, 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം ലഭിച്ചത് ഗുണ്ടർ ബ്ലോഷിൽ. 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗുണ്ടർ ബ്ലോഷിൽ. 2025 ലോക ജൂനിയർ പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യ. ഇന്ത്യയിലെ ചൈനയും മധുരയുമാണ് വേദി. അപ്പോൾ 2025 ലോക ജൂനിയർ പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. നെക്സ്റ്റ്, മ്യാൻമാർ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാർ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. നെക്സ്റ്റ്, 2025 മാർച്ച് 29 താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആണ് നിഹാൽ സരീൻ. 2025 മാർച്ച് 29 താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആണ് നിഹാൽ സരീൻ. നെക്സ്റ്റ്, ആദ്യമായി ഹിന്ദിയിലും കാലാവസ്ഥാ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ആദ്യമായി ഹിന്ദിയിലും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനി 2025 പ്രതിഭ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. 2025 പ്രതിഭ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ്, 2025 തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നെക്സ്റ്റ്, 2025 മാർച്ചിൽ അരുണാചൽ പ്രദേശിന്റെ ഉയർന്ന മേഖലകളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ യുദ്ധാഭ്യാസമാണ് പ്രചണ്ഡ് പ്രഹാർ. 2025 മാർച്ചിൽ അരുണാചൽ പ്രദേശിന്റെ ഉയർന്ന മേഖലകളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ യുദ്ധാഭ്യാസത്തിന്റെ പേരാണ് പ്രചണ്ഡ് പ്രഹാർ. നെക്സ്റ്റ്, 2025 മാർച്ചിൽ നടന്ന ഗ്രാൻഡ് പ്രിക്സ് 100 മീറ്റർ ദേശീയ റെക്കോർഡ് ഭേദിച്ച അത്ലറ്റാണ് ഗുരീന്ദർ വീർ സിംഗ്. 2025 മാർച്ചിൽ നടന്ന ഗ്രാൻഡ് പ്രിക്സ് 100 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഭേദിച്ച അത്ലറ്റാണ് ഗുരീന്ദർ വീർ സിംഗ്. നെക്സ്റ്റ്, 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. നെക്സ്റ്റ്, 2025 മാർച്ചിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിര ആസ്ഥാനം സ്ഥാപിക്കാൻ പോകുന്നത് മുണ്ടക്കലാണ്, കൊല്ലം ജില്ലയിലെ മുണ്ടക്കൽ. അപ്പൊ 2025 മാർച്ചിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം സ്ഥാപിക്കുന്നത് മുണ്ടക്കൽ, കൊല്ലം ജില്ലയിലെ മുണ്ടക്കൽ. നെക്സ്റ്റ്, 2025 ഗോൾഡ് മെർക്കുറി ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചത് ദലൈ ലാമ. 2025 ഗോൾഡ് മെർക്കുറി ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചത് ദലൈ ലാമയ്ക്കാണ്. നെക്സ്റ്റ്, വള്ളത്തോൾ നാരായണ മേനോന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് അനിൽ വള്ളത്തോൾ. വള്ളത്തോൾ നാരായണ മേനോന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് അനിൽ വള്ളത്തോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിജി യാത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഡിജി യാത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ആദ്യത്തേതാണ് കൊച്ചി. ആദ്യത്തേത് കൊച്ചിയാണ്.
അപ്പൊ ഡിജി യാത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ആദ്യത്തേത് കൊച്ചിയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലമാണ് നാലുചിറ പാലം, ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലമാണ് ആലപ്പുഴ ജില്ലയിലെ നാലുചിറ പാലം. നെക്സ്റ്റ്, ഇന്ത്യയുടെ ടെലികോം സെക്രട്ടറിയായി ചുമതലയേറ്റ വ്യക്തിയാണ് നീരജ് മിത്തൽ. ഇന്ത്യയുടെ ടെലികോം സെക്രട്ടറിയായി ചുമതലയേറ്റ വ്യക്തിയാണ് നീരജ് മിത്തൽ. ഇന്ത്യയിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് നോട്ട് ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ സർവകലാശാലയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് നോട്ട് ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ സർവകലാശാലയാണ് കൊച്ചി ജെയിൻ സർവകലാശാല. നെക്സ്റ്റ്, 2025 ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2025 ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. നെക്സ്റ്റ്, 2025 ഏറ്റവും കൂടിയ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2025 ഏറ്റവും കൂടിയ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും കുറവ് എവിടെയാണ്? മിസോറാം. അപ്പോൾ 2025 ഏറ്റവും കൂടിയ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും കുറവ് ചോദിച്ചാൽ എവിടെയാണ്? മിസോറാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.